അങ്ങനെ അവർ അവനെ അടിച്ചിട്ട കാര്യം അവൻ അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു പെട്ടെന്ന് അവന്റെ അമ്മ അവിടേക്ക് എത്തിയത്. അവന്റെ അമ്മയ്ക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു. അവർ ഉടൻ തന്നെ വിഷയം മാറ്റാൻ ശ്രമിച്ചു. അപ്പോഴായിരുന്നു അവന്റെ അമ്മ ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറയുന്നത്. സമയമില്ലെന്ന് അവർ പറഞ്ഞെങ്കിലും ക്രിത്തിന്റെ നിർബന്ധത്തിനു മുന്നിൽ അവർക്ക് വഴങ്ങാതെ ഇരിക്കാനായില്ല. അതേസമയം ഡോക്ടർ രാഘവ് തന്റെ ഓഫീസ് ലാബിൽ ആയിരുന്നു. പക്ഷേ അദ്ദേഹം ചെയ്യുന്നത് സാധാരണ റിസർച്ച് അല്ലായിരുന്നു. ആരുമറിയാതെ തന്റെ ഏറ്റവും അപകടകരമായ പരീക്ഷണത്തിലായിരുന്നു അദ്ദേഹം. എന്നാൽ ആ നീലശക്തി അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിനപ്പുറത്തേക്ക് മാറിക്കൊണ്ടിരുന്നു. ഒടുവിൽ ആ അതിശക്തമായ എനർജിയെ ഒരു ചെറിയ രൂപത്തിലേക്ക് മാറ്റുന്നതിൽ അദ്ദേഹം വിജയിച്ചു. അതേസമയം കൊവിരയിൽ നിന്നെത്തുന്ന പച്ചക്കറികൾ നാട്ടിൽ വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതേ സമയം ഡോക്ടർ രാഘവനെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നയാൾ അന്നേ രാത്രിയിൽ ഒരു വലിയ മോഷണത്തിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അതേസമയം ക്രിത്തന്റെ അമ്മ അവനോട് സൈക്കിളിനെക്കുറിച്ച് ചോദിക്കുന്നത് കടയിൽ കൊടുത്തിരിക്കുകയാണ് എന്നായിരുന്നു അവന്റെ മറുപടി. പക്ഷേ ക്രിത്തനെ ആക്രമിച്ചവർ തന്നെയാണ് അത് കൊണ്ടുപോയത് എന്ന് രുദ്രക്ക് മനസ്സിലായിരുന്നു. അതേസമയം ഡോക്ടർ രാഘവ് ആ നീലശക്തിയുമായി തന്റെ അച്ഛന്റെ മുറിയിലേക്ക് നടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ലാബിനുള്ളിൽ ഏതോ ഒരു ഓറ അനുഭവപ്പെട്ടുകൊണ്ടിരുന്നു. ആരോ അദൃശ്യമായി ഉണർത്തിയതുപോലെ ഒരു എനർജി സജീവമാകാൻ തുടങ്ങി.